ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും എൻ്റെ ഏട്ടനും കൂടിയിട്ട് ഒരു വലിയൊരു ലോകത്തേക്ക് പോവുകയാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂര് കെനൽ ക്ലബ്ബ് നടത്തുന്ന ഓൾ ഇന്ത്യ ഡോഗ് ഷോ 2025. അത് നമ്മുടെ നവംബർ മാസത്തിൽ 22, 23 ദിവസങ്ങളിലാണ് അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഡോഗ് ഷോ നടക്കുന്ന ദിവസമാണ് കേട്ടോ ഞാൻ ഏട്ടനും കൂടിയിട്ട് അവിടേക്ക് പോണത്. അതായത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയധികം ഡോഗ്സിനെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയധികം ഡോഗ്സിനൊക്കെ ഒന്നിച്ച് കാണുന്നത് തന്നെ. അപ്പം നല്ല പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കടക്കുന്നതിന് മുമ്പ് പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്ത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ അങ്ങോട്ട് ചെന്നു കേട്ടോ. ഇവിടെ അവരൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുത്തിയിരിക്കുകയായിരുന്നു. കുറേ നായകളുണ്ട്. അതുപോലെ തന്നെ ഈ ഡോഗ്സ് കുറേയൊക്കെ അവിടെ അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ചെന്നപ്പോഴാണ് എനിക്ക് എൻ്റെ സരമേനെ ഓർമ്മ വന്നു. അപ്പം ഞാൻ ഇവിടെ അടുത്തെത്തി. ഇവിടെ ഒരു ലാബാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നല്ലോ എനിക്കൊരു ലാബ് ഡോഗ് ഉണ്ടായിരുന്നു എന്ന്. അതായത് കുട്ടികളായിട്ട് വളരെ ഇണങ്ങുന്ന ഒരു ഇനമാണ് കേട്ടോ ഇത്. സൗഹൃദപരവും പെട്ടെന്ന് ഇണങ്ങിച്ചേരും. പിന്നെ അതുപോലെ വേട്ടയാടാനും സഹായിക്കാനും കുടുംബത്തോടൊപ്പം നമുക്ക് എപ്പോൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനൊക്കെ പറ്റും കേട്ടോ. ഞാനിവിടുന്ന് ഇത് നാദിറ എന്നാണ് കേട്ടോ പേരൊക്കെ പറഞ്ഞത്. നാദിറ എന്നാണ്. ആള് കൂട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആളുടെ ഓണറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അഫ്ഗാൻ ഹൗണ്ടാണ്. അഫ്ഗാൻ ഹൗണ്ട് അതായത് അമേരിക്കൻ നായ്ക്കുട്ടിയാണ് കേട്ടോ. നല്ലതാണ്. നീണ്ട മുടിയുള്ള ഒരു തരം നായ. നല്ല ഭംഗിയാണ് ഇതിനെ കാണാനൊക്കെ. അതിന് ഈരി മിടുക്കനായിട്ട് നിർത്തുന്നുണ്ട്. നല്ലൊരു നായക്കുട്ടിയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു പ്രത്യേക തരം അതിൻ്റെ ആ മുടിയോ അതിൻ്റെ രോമങ്ങളും എല്ലാം കാണാനൊക്കെ ആയിട്ടേ. അഫ്ഗാൻ ഹൗണ്ട് കേട്ടോ. അതിൻ്റെ പേര് അഫ്ഗാൻ ഹൗണ്ട് എന്നാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ രാജപാളയം നായ്ക്കളെ കണ്ടു. തമിഴ്നാട്ടിലെ രാജപാളയം പട്ടണത്തിൽ നിന്ന് വരുന്ന രാജപാളയം നായ്കൾ. അയ്യോ അടിപൊളിയാണ്. ഇത് ഭയങ്കര സ്പീഡാണ് കേട്ടോ. ഇത് എന്താ പറയുക, ഇതിൻ്റെ സ്പീഡൊക്കെ ഭയങ്കര സ്പീഡാണ്. രാജപാളയം ഡോഗ്സ് എന്നൊക്കെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് അല്ലേ. അതിൻ്റെ മുഖവും അതിൻ്റെ നീളവും കാലും കണ്ടോ, ഒരു ഭംഗിയാണ് അത് നിൽക്കുന്നത് കാണാൻ തന്നെയായിട്ട്. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പക്ഷെ പേടിയുമാണ് താനും. നല്ല സ്പീഡാണ്. വേട്ടയാടാനാണ് ഇത് നമ്മൾ ഇതിനെ വളർത്തുന്നത്. വേട്ടയാടാനും അതുപോലെ നമ്മളെ സംരക്ഷണവും ഒക്കെയാണ്. നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരണം. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ദിസ് ഈസ് പാഷ്മി ഡോഗ്സ്. ഇറ്റ്സ് നോട്ട് ആൻ indigenous Maharashtra breed. It's a popular in various Indian cities including Mumbai and Nagpur. അഫ്ഗാനിസ്ഥാനിൽ 19th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന അത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു ഡോഗാണ്. ഇങ്ങോരാണ് കേട്ടോ അതിനെ ആളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ട്രെയിനറാണ്. ആൾ കോയമ്പത്തൂരിൽ നിന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു ഡോഗാണ് പാഷ്മി ഡോഗ്സ് എന്ന് പറയണത്. അതിനെക്കുറിച്ചൊക്കെ എനിക്ക് വിശദീകരിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. ആളെ ബെസ്റ്റ് ട്രെയിനർ. ഇത് അമേരിക്കൻ പുള്ളി കേട്ടോ. അതായത് പൊതുവെ അക്രമകാരികളൊന്നല്ല, മറിച്ച് നമ്മളതിനെ കൂട്ടിലിട്ട് വളർത്തി പരിശീലനമൊന്നും കൊടുക്കാതെ കൂട്ടിലിട്ട് വളർത്തി കഴിഞ്ഞാൽ മനുഷ്യരെ ആക്രമിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ പരിശീലനത്തിലൂടെ മാത്രമേ ഇതിനെ മെരുക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇവർ ശാന്ത സ്വഭാവക്കാരാവുകയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും അങ്ങനെയാണെങ്കിൽ കുഞ്ഞു വാവയുടെ പോലെ ഇരിക്കുക, അല്ലെങ്കിൽ കടിച്ച് മുറിച്ച് അങ്ങ് തീർത്ത് കളയും. പക്ഷെ ഞാനങ്ങനെ തൊട്ടപ്പോൾ എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. അവർ ഭയങ്കര സ്നേഹത്തിലായിരുന്നു കേട്ടോ. എന്നെ മണക്കുന്നത് കണ്ടോ ഭയങ്കര സന്തോഷമായി. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. തലോടി കൊടുത്തു. നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. ഐ ആം വെരി ഹാപ്പി. ഒരാളെ കഴിഞ്ഞപ്പോൾ ഒരാൾ കിടന്ന് ഉറങ്ങായിരുന്നു. മുടിയൊക്കെ കെട്ടി വെച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നല്ല രസമുണ്ടല്ലേ. മുടിയൊക്കെ നന്നായി മെടഞ്ഞ് ഏരി എന്ത് വൃത്തിക്കാണല്ലേ കൊണ്ട് നടക്കുന്നതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ വേറൊരു സുന്ദരനെ കണ്ടറിഞ്ഞ അടുത്തൊരു ആളെയും കൂടി. എന്തൊരു ഭംഗിയിലെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് അല്ലേ. നല്ല രസമാണോ ഇങ്ങനെ. ഓരോരോ ഇഷ്ടങ്ങളാണ് ഓരോരുത്തരെ വളർത്തി കൊണ്ടുവരിക എന്നുള്ളത്. എന്ത് രസമായിട്ടാണെന്നറിയോ. നോർക്കി ടെറിയ, ഫോണറ്റിക് സ്പെല്ലിംഗ് ഓഫ് നോ
Folk Terrier is a small Harley dog breed originating from England, known for its affectionate, energetic, and adaptable nature. They have high energy levels and require regular exercise such as active walks and playtime. പിന്നെ പതിവായിട്ട് ഇതിനെ ബ്രഷ് ചെയ്യണം, നല്ലപോലെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഭയങ്കര നമ്മളായിട്ട് നന്നായിട്ട് ഇണങ്ങി നിൽക്കുന്നതാണ്. പിന്നെ എനിക്കതിനെ എടുക്കാൻ അറിയാത്തതിൻ്റെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് അതിന് പാവം. അപ്പം എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആളത് ഞാൻ ആൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു. എന്നിട്ട് അത് ആൾ നല്ല രീതിയിൽ അതിനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് ക്യാമറ ചേട്ടൻ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോസൊക്കെ ചെയ്ത് കാണിപ്പിച്ച് തന്നു. നല്ല രസമായിരുന്നു. അയ്യോ എന്താ പറയുക, അടിപൊളിയായിരുന്നു. അത് അതിൻ്റെ ഒരു അവർ അതേപോലെയാണല്ലോ അതിനെ ഇങ്ങനെ വളർത്തി കൊണ്ടുവരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. നോർക്കി ടെറിയയുടെ അടുത്ത് നിന്ന് നേരെ ഗ്രേറ്റ് ഡേൻ്റെ അടുത്ത് വലിയ രാക്ഷസൻ്റെ അടുത്തേക്ക് തന്നെ എത്തിയിട്ടോ. അതായത് വലിയ വലുപ്പവും ആകർഷകവുമായിട്ടുള്ള ഒരു ഇനം നായാണ്. അപ്പോളോ ദേവൻ എന്നാണ് നായകളുടെ കൂട്ടത്തിൽ ഇതിനെ വിളിക്കുന്നത്. ജർമ്മൻ മാസ്റ്റിഫാണ്, സൗമ്യനായ രാക്ഷസൻ എന്നാണ് അതിൻ്റെ വേറൊരു പേരുണ്ട് കേട്ടോ. ജർമ്മനി പിന്നെ 400 വർഷം മുൻപ് ജർമ്മനിയിൽ നിന്ന് ഉണ്ടായിരുന്നുള്ള ഒരു ബ്രീഡാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത്രയും ഗ്രേറ്റ് ഡെൻ എന്നാണ് കുട്ടി പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം അത്രയും വലിയൊരു നായയാണ്, അത്രയും ഒരു വലിയൊരു സംഭവമാണ് ആള്. കൊമ്പൻ, അവൻ്റെ പേരെന്താണെന്നറിയോ? കൊമ്പൻ എന്നാണ്. അതും ഭയങ്കര ആകർഷകമാണല്ലോ, കൊമ്പ എന്ന് വിളിച്ചിട്ട്. ഭയങ്കര രസമായിരുന്നു. എനിക്കിഷ്ടമാണ് ഇങ്ങനെ പിടിച്ചൊക്കെ നിൽക്കണാണുമ്പോൾ. പക്ഷെ ആൾ ഒരു ചെറിയ സൗമ്യനായ രാക്ഷസൻ കൂടിയാണ്. അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. അടിപൊളിയാണ്. പക്ഷെ നമ്മുടെ അടുത്തൊക്കെ ഈ ഇരിക്കുന്ന സൗമ്യനായ രാക്ഷസൻ. അങ്ങനെ കീൻ കോസായി, കറുത്ത നിറവും ചുക്കിച്ചുളിഞ്ഞ മുഖവും ക്രോപ്പ് ചെയ്ത ചെവികളുമുള്ള രൗദ്രഭാവമുള്ള ഒരു ഇറ്റാലിയൻ വാക്കിനുടമയായ ഒരു നായ. നല്ല പരിചരണം വേണം, അല്ലെങ്കിൽ വീട്ടിൽ വളർത്താനാണെങ്കിൽ വേലി കെട്ടി തിരിക്കണം കേട്ടോ. ഭയങ്കര പ്രശ്നക്കാരനാകും അല്ലെങ്കിൽ. ഇത് പിന്നെ ജർമ്മൻ ഷെപ്പേർഡാണ്. ബുദ്ധിശക്തിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നായ. പിന്നെ സഹവാസം ഇഷ്ടപ്പെടുന്നു, നമ്മളെല്ലാവരും വീട്ടിൽ വളർത്തി ഇഷ്ടപ്പെടുന്ന ജർമ്മൻ ഷെപ്പേർഡ് അടിപൊളിയാണ്. കങ്കൽ ഷെപ്പേർഡ് ഡോഗ് കേട്ടോ. ടർക്കിഷിലെ കങ്കൽ, അതായത് കന്നുകാലി സംരക്ഷകനായിട്ടുള്ള ഒരു നായയാണ്. അത് ഒരു തുർക്കിഷ് ഇനാണ് കേട്ടോ. മധ്യ തുർക്കിയിലൊരു സെൻട്രൽ അനറ്റോലിയ മേഖലയിലെ കിഴക്കേ പ്രവിശ്യയിലുള്ള ഒരു ഡോഗാണ്. അപരിചിതോട് ആക്രമണ സ്വഭാവമുണ്ട്. പെരുമാറ്റം കൊണ്ട്, അതായത് നല്ല പരിചരണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊന്ന് നല്ല രീതിയിലായി കിട്ടുക. പിന്നെ ഇത് നമ്മുടെ ഡോബർമാൻ, നമ്മൾ സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു ഡോഗ്, ഒരു കുഴപ്പമില്ലാത്തൊരു ഡോഗ്. ഇതാണ് നമ്മുടെ ഷിറ്റ്സു ടിബറ്റിൽ നിന്നാണ് കേട്ടോ വരുന്നത്. കളിപ്പാട്ട നായ. ഇത് അമേരിക്കൻ പുള്ളി. ശരിയായ പരിശീലനവും പരിചരണമൊക്കെ ആവശ്യമാണ്, അല്ലെങ്കിൽ ആക്രമണ സ്വഭാവം ഉണ്ട് കേട്ടോ. ഐലൻഡ്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇതിനെ വളർത്തുന്നതൊക്കെ നിരോധിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം അത്രയും പ്രശ്നക്കാരനാണ്. പക്ഷെ നമ്മൾ നല്ല പരിചരണമൊക്കെ കൊടുത്ത് വളർത്തണം. ആൾ നല്ല പരിചരണം കൊടുത്ത് വളർത്തി. കാര്യം ഞാൻ തൊട്ടപ്പോൾ എന്നെ ഒന്നും ചെയ്തില്ല, പാവണ്ട് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ, ഇപ്പം ഭയങ്കര ഇഷ്ടമായി കണ്ടോ. അയ്യോ എനിക്കത് ഇതെന്നെ വല്ലാണ്ട് മനസ്സിനെ വല്ലാണ്ട് കുളിര് ഒരുപ്പിച്ചു കേട്ടോ. ഭയങ്കര സന്തോഷമായി. നമുക്ക് വീട്ടിച്ചു പോയാലോ. എങ്ങനെ കളർ ബ്രീഡാണ്. അങ്ങനെ
അങ്ങനെ അവിടെ പരിപാടികളൊക്കെ നല്ല രീതിയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ അറിയിച്ചത്. അറിയാലോ, ഓൾ ഇന്ത്യ ഡോഗ് ഷോ 2025 കേട്ടോ. അത് ഇപ്പോൾ കഴിഞ്ഞു. 27-ാം തീയതി, നവംബർ 27-ാം 22-ാം തീയതി 23-ാം തീയതി ആയിരുന്നു. അപ്പം ഞാനിത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. അടിപൊളിയായിരുന്നു, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു എല്ലാ നായകുഞ്ഞുകളുടെയും. ട്രിച്ചു കനാൽ ക്ലബ്ബാണ് കേട്ടോ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.